ടീച്ചർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു ചൊവ്വാഴ്ച എത്തിയിരിക്കുകയാണ്. ഓണത്തിന് ശേഷമുള്ള ചൊവ്വാഴ്ച. ഓണത്തിന് തൊട്ടടുത്ത ദിവസമാണെങ്കിലും ഈ വർഷത്തെ ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകതയാണുള്ളത്. ഓണം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് നാട്ടിൽ മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഓണം കഴിഞ്ഞ് വരുന്ന 3-ാം ദിനം ചതയമായിരുന്നു. പക്ഷെ ഈ വർഷം ചതയം ഓണത്തിന് മുമ്പ് കടന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ചൊവ്വാഴ്ചക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് കഥയുടെ ദിവസമാണ്. ചിങ്ങമായാലും കന്നിയായാലും സെപ്റ്റംബർ ആണെങ്കിലും ഓഗസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മുടെ ചൊവ്വ കഥയിലുമുണ്ട് കാര്യം. ഇന്നത്തെ കഥ നമുക്കായി ഇവിടെ വിളമ്പുന്നത് ഗീത ടീച്ചറാണ്. ടീച്ചറ് ഒരു സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ദീർഘകാലം കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികളുമായിട്ട് അവിടുത്തെ പേരൻസുമായിട്ടൊക്കെ തന്നെ നാടുമായിട്ട് ഇഴുകിച്ചേർന്ന് ഒരുപാട് കഥ രചിച്ച ആളാണ്. നിമിഷ കവിയാണ്. നിമിഷ കവി എന്ന് പറയുന്നതിനെ അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഏതൊരു സന്ദർഭമോ സാഹചര്യമോ പറഞ്ഞാൽ അപ്പോൾ തന്നെ മലയാള സിനിമയിലെ പാട്ടുകൾ അത് ആരെഴുതി, ഏത് സിനിമയാണ്, ആര് പാടി, ഇതെല്ലാം കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കവിത്വമുള്ള, കലാഹൃദയമുള്ള മനസ്സിന്റെ ഉടമയാണ്. ടീച്ചറുടെ ഭർത്താവ് ബഹുമാന്യനായ രവിനാഥ്, അദ്ദേഹം BSF CRPF ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്ത് ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രാഗം എന്ന് പറയുന്ന വീട്ടിൽ 2 ആൺമക്കളുടെ, ഇപ്പോൾ അവരുടെ ഭാര്യമാരായ 2 മരുമക്കളുടെയും അമ്മയും അപ്പനുമായി ഒരു സ്നേഹക്കൂട് തീർത്ത് ജീവിക്കുന്ന കുടുംബമാണ്. കോവിഡ് കാലത്തോട് അനുബന്ധമായി ഉണ്ടായ ഈ പുതിയ പ്രതിഭാസം നമ്മുടെ സൂമും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ കൂട്ടിച്ചേർത്ത് തന്ന ഒരു സ്നേഹബന്ധമാണ് എനിക്ക് ടീച്ചറുമായിട്ടുള്ളത്. അത് ഞങ്ങൾ അഭംഗുരം ഇന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്നേഹം ഒരുപാട് കുടുംബ ഐക്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ടീച്ചറിനറിയാം, ടീച്ചറിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഞങ്ങൾക്കും അറിയാം. അങ്ങനെ ജീവിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ അവസ്ഥയുമുണ്ട്. ഇപ്പൊ ചേർത്തല വയലാറിന്റെ നാടാണ്. ഒരുപാട് കലാകാരന്മാരുടെ, കലാസമിതികളുടെയും നാടാണ്. ടീച്ചറിന്റെ അമ്മ ഒരു വലിയ കലാഹൃദയമുള്ള വലിയൊരു ആളാണ്. അങ്ങനെ വിശേഷണങ്ങൾ നിരവധി പറയാനുണ്ടെങ്കിലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ടീച്ചർ ഒരു അതിഥിയല്ല. നമ്മുടെ പാട്ട് ദിനത്തിലും അല്ലാതെയും ഒക്കെ പല ദിവസങ്ങളിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ തിരക്കുകൊണ്ട് പലപ്പോഴും സാധിക്കുന്നില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരും, പൂർവാധികം ശക്തിയായി തന്നെ നമ്മളോടൊപ്പം കൂടും. ഇന്ന് ടീച്ചറ് മാധവിക്കുട്ടിയുടെ വളരെ പ്രസിദ്ധമായ കഥ നമ്മളോട് സംഭാഷിക്കും. നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് ചർച്ചയിലൂടെ അതിന് കൂടുതൽ മികവ് നൽകുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേരിലുള്ള ഹൃദയപൂർവമായ സ്വാഗതം.
ടീച്ചറിനെ നേരുന്നു. ഒപ്പം സാർ അങ്ങപ്പുറം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാറിനെയും ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നേരം പോലെയൊക്കെ കയറാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, ഒത്തിരി നന്ദി. എന്നെ കുറിച്ചുള്ള നല്ലത് അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ, എന്നാലും സാറിനൊരു പറഞ്ഞോട്ടെ, സാറിനൊരു ആശ്വാസം കേൾക്കുമ്പോ എനിക്കും ഒരു സുഖം. അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല സാറേ, എന്നാലും എന്തുകൊണ്ട് ഇച്ചിരിച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് അന്ന് കഴിഞ്ഞ വർഷം ഞാൻ എന്റെ സ്വന്തം 2 കഥ അവതരിപ്പിച്ചത്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയായ മാധവിക്കുട്ടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാധവിക്കുട്ടി. കാര്യം വെച്ചാല് തുറന്നെഴുത്തിലൂടെ എന്തായാലും ഭയം ലെവലേശമില്ലാതെ തുറന്നെഴുതും. അത് ആത്മസംതൃപ്തിയിലെത്തി, പ്രണയം, വഴക്ക്, എന്തായാലും പുള്ളിക്ക് ആരെയും കൂസാതെ ആരെയും പേടിക്കാതെ സ്വന്തം മനസ്സിൽ വരുന്ന അങ്ങോട്ട് പേപ്പറിലേക്ക് പകർത്തി വെക്കും. അത് വളരെ മനോഹരമായ കാവ്യരചനകളായി മാറുകയും നമ്മളെല്ലാം ആനന്ദത്തിൽ ആറാടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്ന് പറയാൻ എനിക്കറിയില്ല. നമ്മൾക്കറിയാവുന്ന മാധവിക്കുട്ടി, കമലാദാസ്, അവസാനം കമലാസുരേ, സംഘർഷഭരിതമായ ഒരു അന്ത്യമായിരുന്നു പുള്ളിക്കാരിക്ക്. എന്നാലും ആ ഒരു ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ഒരു പാണ്ഡിത്യവും കവയിത്രി, കഥാകാരി എന്ന നിലയിൽ ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് മാധവിക്കുട്ടി എന്ന കമലാദാസ്. കാലം ജീനിയസിന്റെ ഒരു എന്താ പറയാ പദവി നൽകിയ വ്യക്തിത്വമാണ്. സ്വന്തം അനുഭവങ്ങളെ ഒരു മറ കൂടാതെ എഴുതി എന്റെ കഥ എന്നും ഒരു പുസ്തകമുണ്ട്. അത് ഞാൻ പണ്ടുകൊണ്ടേ വായിച്ചു, എന്റെ ഉണ്ട് ആ പുസ്തകം. അതിലൂടെ നമുക്ക് വായിക്കുമ്പോൾ ദൈവമേ, ഇത് എന്തൊരു ലൈഫാണ്, എന്ത് പച്ചയ്ക്ക് എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ അത് എല്ലാവരും മടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി നേരെ പറയുന്ന പോലെ അങ്ങ് എഴുതുകയാണ്. അങ്ങനെ ഒരു പുള്ളിക്കാരി സ്ത്രീപക്ഷത്തിന്റെ എഴുത്തരുതായിരുന്നില്ല. പുള്ളിക്കാരുടെ ഓരോ കഥാപാത്രത്തെയും അവരുടെ ചിന്തിച്ചു നോക്കിയാല് അത് ന്യായീകരിക്കാൻ പറ്റും. അല്ലാതെ ഇന്നയാളാണ് ശരിയെന്നല്ല. ഓരോ കഥാപാത്രങ്ങളുടെ അടുത്ത് ചിന്തിക്കുവാണെങ്കിൽ ആ പറയുന്ന ആണല്ലോ ശരി, ഈ പറയുന്ന ആണല്ലോ ശരി. അങ്ങനെ ഓരോ കഥകളിലെയും കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. നമുക്ക് സ്വന്തം ചെറുകഥകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറെ കഥകള്, 10-15 കഥകള് പുള്ളിക്കാരി എടുത്ത് പ്രത്യേകം എഴുതി. അങ്ങനെ ലൈഫ് ആയുസൊക്കെ ഉണ്ട്. അതിലൊരു കഥയാണ് മാധവിക്കുട്ടിയുടെ ചുവന്ന പാവാട എന്നൊരു കവിത. അതിൽ 3 അംഗങ്ങളെ ഉള്ളൂ ആകപ്പാടെ, ഒരു യജമാനനും ഒരു യജമാനത്തെയും പിന്നെ ഒരു ബാലികാരി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് മനുഷ്യരോടുള്ള സ്നേഹം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സ്നേഹബന്ധം, മനസ്സ് തുറന്നുള്ള സ്നേഹം, അതൊരു കറയില്ലാതെ കാപട്യമില്ലാതെ സ്നേഹിക്കുക, ആ സ്നേഹം കൊടുക്കുക. ഞാൻ തന്നെ പണ്ട് എന്റെ ഒരു എഴുതിയിട്ടുണ്ടായിരുന്നു, 2011 ഡയറിയിൽ ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നതാണ്. പ്രണയം തീർത്ഥമാണ്, സ്നേഹം പ്രസാദമാണ്, പക്ഷെ രണ്ടും വഴിപാടല്ല. നമ്മുടെ അമ്പലങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അറിയാൻ പറ്റും, അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തീർത്ഥവും പ്രസാദവും വെറുതെ കിട്ടും. അത് വഴിപാടല്ല, വഴിപാട് വേറെ കഴിക്കണം. അപ്പൊ അതുപോലെയാണ് ഞാനത് 2011 എവിടെയോ കുറിച്ചിട്ട വാക്കൾ, ആ ഒരു ചെറിയൊരു ബിംബം. പ്രണയം തീർത്ഥമാണ്, സ്നേഹം പ്രസാദമാണ്, പക്ഷെ രണ്ടും വഴിപാടല്ല. വഴിപാടിന് വേണ്ടിയല്ല, പ്രണയിക്കുമ്പോൾ പ്രണയിക്കുക, സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുക. അല്ലാതെ ഒരു നല്ല നമുക്കൊരു കാര്യലാഭത്തിനോ ലാഭേച്ഛയ്ക്കോ വേണ്ടി അല്ലാതെ മനസ്സ് തുറന്ന് സഹജീവികളെ സ്നേഹിക്കുക. അങ്ങനെ മനുഷ്യനോടുള്ള സ്നേഹം പ്രതിപാദിക്കുക എന്നാണ് ഈ കഥയിലൂടെ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ 3 പേരുടെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ് ചുവന്ന പാവാട. ഞാനത് വായിക്കാം. അടുക്കളയുടെയും ഭക്ഷണമുറിയുടെയും ഇടയ്ക്കുള്ള ഇടനാഴികളിൽ ചുവരോട് ചേർന്നിട്ടുന്ന ഒരു മെത്തപ്പായിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു വേലക്കാരി. യജമാനത്തി തന്റെ വീർത്ത വയറും മറ്റുമായി കോണിപ്പടികൾ ഇറങ്ങി ചുവട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് അവിടെ നിന്നു. നീല പാവാടയെടുത്തൊരു ചെറിയ പെണ്ണ്, പക്ഷെ ശരീരത്തിന് നല്ല വളർച്ചയൊക്കെ ഉണ്ട്. അവൾ വായ തുറന്നുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എനിക്ക് പെണ്ണെ, യജമാനത്തി ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അവർ കാൽവിരൽ കൊണ്ട് ആ കുട്ടിയുടെ വയറ്റത്ത് ഒരിക്കലൊന്ന് മാന്തി. നേരം വെളുത്തിട്ട് എത്ര നേരായി? അവർ വീണ്ടും തുടർന്നു. പെണ്ണിന് നല്ല ഉറക്കം. എനിക്ക് പെണ്ണെ, എണീറ്റ് പോയി അടുപ്പിൽ തീ കത്തിക്ക്. വേലക്കാരി എഴുന്നേറ്റിരുന്നു. അവളുടെ തലമുടിയിൽ കെട്ടിയിരുന്ന കറുത്ത ചരട് അഴിഞ്ഞ് ചുമൽ തൂങ്ങി കിടക്കുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷത്തിൽ സ്വബോധം നശിച്ചവളെ പോലെ ചുറ്റും പകച്ചു നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് ആടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. യജമാനത്തി കോലായി ചെന്നിരുന്ന് പല്ല് തേക്കാൻ തുടങ്ങി. ദിവസം എന്നെ ഉണർത്താനെന്ന് എന്നെ കൊണ്ട് വയ്യ. അവർ പറഞ്ഞു, നീയാ ഇവിടെ വേലക്കാരി അതോ ഞാനോ? അവരുടെ മുഖത്തിന് ഒരു മഞ്ഞ നിറമുണ്ടായിരുന്നു. കവിളുകൾ ചീർത്തിരുന്നു. എന്നാലും ആകപ്പാടെ ഒരു കൗതുകമൊക്കെ ഉണ്ട്. വേലക്കാരി അവരെ ഒറ്റുനോയിക്കൊണ്ട് അടുക്കളയിരിട്ടിൽ നിന്നു. നീ എന്താ അവിടെ ചെയ്യണേ? യജമാനത്തി ചോദിച്ചു. ഒരു ശബ്ദവും കേൾക്കില്ലല്ലോ. ഈ ചേട്ടയ്ക്ക് എന്ത് പറഞ്ഞാലും തലേ കയറണമെന്നുണ്ടോ? എത്ര തവണയായി ഞാൻ പറയണു,
അടുപ്പിലെ തീ കത്തിച്ചിട്ടാ പാത്രം മോറലെന്ന്. വേലക്കാരി ഓല കത്തിച്ച് അടുപ്പിൽ കിടന്ന വിറകിൻ കഷ്ണങ്ങൾക്ക് മുമ്പിൽ നിന്ന് കുനിഞ്ഞു നിന്ന് ഊതി തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും ഉറക്കത്തിന്റെ മൂടൽ നിശേഷം വിട്ടു കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഞാൻ നിന്നെ മാത്രം വെച്ച് കഴിക്കാൻ പോണത്? എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോഴൊക്കെ ഞാൻ ഒപ്പിക്കും, പക്ഷെ ഇന്നത്തെ മാസം പെറ്റ് എണീക്കണവരെ നല്ല ചുറ്റലാകുമല്ലോ ഇവിടെ, യജമാനത്തി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് തീയിൽ ശക്തിയോടെ ഊതുന്നതിന് ശബ്ദം മാത്രം ഉയർന്നു. നിനക്ക് ചെവി കേൾക്കൂലേ പെണ്ണെ? യജമാനത്തി ചോദിച്ചു. അപ്പോഴും മൗനം. എടി രാധേ, ഓ ഞാൻ നീ ചത്തൂന്ന് വിചാരിച്ചോട്ടോ, യജമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേലക്കാരി മെല്ലെ ഒന്ന് ചിരിച്ചു. ചിരിക്കുവാൻ ആ സന്ദർഭത്തിൽ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അടുപ്പിൽ തീ ആളിക്കത്തി. അതിന് ചൂട് തട്ടിയപ്പോൾ അവളുടെ ഉറക്കം തീരെ മാഞ്ഞുപോയി. അവൾ ഒരു പിച്ചള ചെമ്പും കാപ്പിക്കിണ്ടിയും എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. കിണറിന്റെ വക്കത്ത് അവൾ തലേന്നാൾ വെച്ച വെണ്ണീർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്ന് പാത്രം വെച്ചു തുടങ്ങി. അവളുടെ അടുത്ത് ഒരു വാര അകലെ ഇരുന്നു കൊണ്ട് തല അല്പം ചരിച്ച് പിടിച്ച് വളരെ ഗൗരവത്തോടെ കാക്ക കരഞ്ഞു. കാ കാ. വേലക്കാരിക്ക് ചിരി വന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെ ഇല്ലേ കാക്കച്ചാരെ, അവൾ കാക്കയോട് താണ സ്വരത്തിൽ പറഞ്ഞു. നിന്നെ കൊല്ലും. ആരോടാ പെണ്ണിന് സംസാരിക്കണത്? യജമാനത്തി ചോദിച്ചു. ആരോടും ഇല്ല. ഇപ്പൊ ഞാൻ കേട്ടൂലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ സ്വപ്നം കണ്ടതാ. ഇന്നെ ശപിക്കാവൂ. ഇടയ്ക്കൊക്കെ അറിയാം നിന്റെ കള്ളത്തരങ്ങളൊക്കെ, യജമാനത്തി പറഞ്ഞു. അവർ എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കാലിൽ ഒഴിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൃഷ്ണ ഗുരുവായൂരപ്പ. വേലക്കാരി കാപ്പിക്കിണ്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിച്ചളച്ചെമ്പിൽ കഞ്ഞിക്കുള്ള പൊടിയേരി അരച്ച് വൃത്തിയാക്കി വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരി തുടങ്ങി. അടിച്ചു വാരുമ്പോൾ തന്റെ വലത്തെ കൈയിന്മേൽ കിടന്നിരുന്ന കുപ്പിവളകൾ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വളകൾ തന്നോട് സംസാരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. കിലും കിലും, വളകൾ പറഞ്ഞു. കിലും കിലും. ശരിയാ, വേലക്കാരി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാ ശരി. ഓണത്തിന് ചുവന്ന ബ്ലൗസ് അയക്ക് വേണ്ട, ചോപ്പയ്ക്ക് ചേർച്ച. യജമാനത്തി മുകളിലേക്ക് തന്നെ പ്രയാസപ്പെട്ട് നിന്ന് തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി. എന്താ ഇന്ന് പീടിയെ പോണ്ടേ? അവർ ചോദിച്ചു. ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചാൽ മതിയോ? അയാൾ ഉണർന്ന ഉടനെ ഒന്ന് ചിരിച്ചു. 2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തന്റെ ചുമതലകളും മറ്റും അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ആ പുഞ്ചിരി മുഖത്തു നിന്ന് മായുകയും ചെയ്തു. അയാൾ ഇരുനിറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള ഒരാളായിരുന്നു. തലയുടെ ഒത്ത മുകളിൽ കഷണ്ടി കയറി തുടങ്ങിയിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ മേൽപോട്ട് ഉയർത്തി നിവർന്നു. അവ വീണ്ടും കീഴ്പോട്ടിട്ടു. അയാളുടെ ഭാര്യ അയാളെ തന്നെ നോക്കിക്കൊണ്ട് അടുത്ത് നിന്നിരുന്നു. അവരുടെ മുഖത്ത് കഠിനമായ അസംതൃപ്തി നേരിച്ചിരുന്നു. എന്താ ഇപ്പൊ ഉണ്ടായത്? അയാൾ ചോദിച്ചു. പൈക്കുട്ടി പാല് കുടിച്ചോ? വിറക് തീർന്നോ? അതൊന്നുമില്ല, അവർ പറഞ്ഞു. ഇന്നിക്കൊണ്ട് വയ്യാതെയായി. ഇതന്നെ ഇപ്പൊ ഉണ്ടായത്. ആ ശവത്തിനെ എണീപ്പിച്ച് വല്ല ജോലിയും ചെയ്യിക്കാൻ ഞാൻ പെടുന്ന പാട്. 1/2 മണിക്കൂർ വിളിക്കണം ഉണർത്താൻ. ഒന്നും ചെയ്യൂല, ഒക്കെ പിന്നിലെന്ന് പറഞ്ഞോണ്ടിരിക്കണ. ഇളയതിന് ജോലി അയക്ക്. ഇതിലും ഭേദം ഒരു ബാല്യക്കാരി ഇല്ലാണ്ടിരിക്കുക. ഒക്കെ നിങ്ങളുടെ സൂത്രം ഇതാ, ഒരു മൂളല്. അതന്നെ. നിങ്ങൾക്കൊന്ന് വിളിച്ച് ചീത്ത പറഞ്ഞൂടെ? ഞാൻ പറയുമ്പോ അവൾക്ക് വിലയില്ല. അതൊക്കെ നിങ്ങളുടെ കുറ്റ. രാധേ ഇവിടെ വാ, രാധേ അവിടെ പോ. അങ്ങനെയല്ലേ ഒരു യജമാൻ അവളെ വിളിക്കുന്നേ? പിന്നെ അങ്ങനെ അവളെ എന്നെ പേടിക്കുക? ഞാൻ എന്ത് ചെയ്യണമെന്ന് യശൂട്ടി പറയണത്? അയാൾ ചോദിച്ചു. പറഞ്ഞപ്പോഴേക്ക് ദേഷ്യം വന്നു. ഇന്നോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യം? ബാക്കിയുള്ളവരുടെയൊക്കെ എന്റെ വലിയ രാധേ ഇവിടെ വാ, രാധേ ഓ. ഇതൊന്നും സഹിക്കാണ്ടായി. ഞാനായതുകൊണ്ട് ഇവിടെ പുറത്തും ഇവിടെ കഴിഞ്ഞു കൂടണ. നിനക്ക് അവളെ വേണ്ടെങ്കിൽ അവളെ അയച്ചൂടെ? അയാൾ ചോദിച്ചു. അപ്പോഴും പറയും നീ നിന്നെ ഞാൻ കഷ്ടത്തിലാക്കിയെന്ന്. നിനക്ക് തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ ഈ ജോലിയൊക്കെ. അയാൾ മുണ്ട് കുടഞ്ഞു ചുറ്റി ചുവട്ടിലേക്ക് പോയി. പിന്നാലെ ഭാര്യയും കോണിപ്പടിയിൽ ഇറങ്ങി. ഞാൻ ആശുപത്രി കിടക്കുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുക? അവർ ചോദിച്ചു. ഈ പെണ്ണ് ചോറ് വെച്ച് തന്നിട്ട് നിങ്ങൾ ചോറൊന്നുണ്ടാവില്ല, അത് തീർച്ചയാ. അവിടെ രാവിലെ വിളിച്ചുണർത്താനും ഒക്കെ നിങ്ങൾക്കൊണ്ടാവോ? 4 ദിവസമല്ലോ ലക്ഷ്മൂട്ടി, അയാൾ പറഞ്ഞു. അതൊക്കെ ശരിയാവും. അവൾക്ക് വയ്യെങ്കിൽ ഞാൻ വെക്കാലോ ചോറും കൂട്ടാനൊക്കെ. ഒന്നിനും കൊള്ളാത്തതൊന്നും അല്ല ഞാനും. നിങ്ങൾ ചോറും ചായയൊക്കെ ഉണ്ടാക്കി സൽക്കരിക്കും അല്ലേ? അവളെ വിളിച്ചിട്ട് രാധേ ചായ കുടിച്ചോ നീ എന്ന് പറയും അല്ലേ? അറിയാം ഞാൻ എവിടെ നിന്നങ്ങോട്ട് പോയിക്കിട്ട കാത്തിരിക്കുക നിങ്ങള്. ആ ചേട്ടയും. അവളുടെ ശബ്ദത്തിൽ കരച്ചിൽ കലർന്നിരുന്നു, ഒരു വിറയലും. യജമാനൻ അത് കേട്ടില്ല എന്നടിച്ച് കോലാച്ചി നിന്ന് പല്ല് തേക്കാൻ തുടങ്ങി. വേലക്കാരി അയാൾക്ക് വേണ്ടി ഒരു വലിയ ഗ്ലാസ്സിൽ ചായ ഒഴിച്ച് തെക്കിനിൽ കൊണ്ടുവച്ചു. അവൾ നടത്തത്തിന്റെ അഴക് കണ്ട യജമാനത്തിന്റെ കോപം ഒന്നുകൂടി ആളിക്കെത്തി. കഞ്ഞി എന്തായി? അവർ ചോദിച്ചു. കഞ്ഞി ചൂടാറാകാൻ വെച്ചേക്കുവാ അവൾ ചോദിച്ചു. അവൾ പറഞ്ഞു.
യജമാനൻ അവർ രണ്ടുപേരെയും നോക്കാൻ ധൃതിയിൽ മുഖം തിരിച്ചുകൊണ്ട് തെക്കിനിയിലേക്ക് നടന്നു. അയാളുടെ നടത്തവും യജമാൻ സന്തോഷിപ്പിച്ചില്ല. രാവിലെ എണീറ്റ എത്ര നേരം വെറും വയറായിട്ട് നിൽക്കണം? അവർ പറഞ്ഞു. കേടും കോട്ടവും ഇല്ലാത്തൊരു കുട്ടിയെ പെറാൻ കഴിഞ്ഞാൽ അതിന്റെ ഭാഗ്യം. ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്യണ്ട ഇവിടെ. കോണി ഇറങ്ങുക, കയറുക, ഭക്ഷണം കിടക്കുക, ജോലി എടുക്കുക. പക്ഷെ ആർക്കാ ഛേദം? വേലക്കാരി ഒരു പലക നിലത്തിട്ട് അതിനു മുന്നിൽ കഞ്ഞിപ്പഞ്ഞാണവും പലാവിലയും വെച്ചു. ഒരു ഇലക്കഷ്ണത്തിൽ കുറച്ച് ചമ്മന്തിയും. എന്നിട്ട് കഞ്ഞിച്ചേമ്പുമായി തന്റെ യജമാനത്തി ഇരിക്കുവാൻ കാത്തുകൊണ്ട് ചുവരും ചാരി നിന്നു. യജമാനത്തി ഉറങ്ങാൻ പോയപ്പോ രാധ തന്റെ പായ ചുവരോട് ചേർത്ത് വിരിച്ചു. ചെറിയ ചിമ്മിനി വിളക്ക് സ്വകാര്യമായി എടുത്തുകൊണ്ടുവന്ന് തന്റെ തലയ്ക്കലും വെച്ചു. എന്നിട്ടും അവൾ ആ ഇടനാഴിയിലെ പ്രേതങ്ങളെ കണ്ടുകൊണ്ടേയിരുന്നു. തന്റെ മരിച്ചുപോയ അമ്മമ്മയും ഒരു മുക്കിൽ ഇരുന്നുകൊണ്ട് ഉമ്മമാരെ പോലെ മൂളുന്നതായിട്ട് അവൾക്ക് തോന്നി. തനിക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട് മരിച്ച് ഇപ്പോൾ അമ്മ തന്നെ ഭയപ്പെടുത്താനായി വന്നിരിക്കുകയാണ്. അവൾ പൊട്ടിയ വളക്കഷ്ണങ്ങൾ വെച്ച കൊട്ടയെടുത്ത് ആ കഷ്ണങ്ങൾ നിലത്ത് നിർത്തി അവൾ വൃത്തത്തിൽ വെച്ചു. ഇപ്പൊ സൂര്യനെ പോലെ ഉണ്ട്, അവൾ പറഞ്ഞു. ഇരുണ്ട മൂലയിൽ നിന്ന് അവളുടെ അമ്മ അപ്പോഴും മൂളി. എനിക്ക് പേടിയൊന്നുമില്ല, രാധ പറഞ്ഞു. എനിക്ക് ആരെയും പേടിയില്ല. അവൾ വളക്കഷ്ണങ്ങൾ വീണ്ടും കൊട്ടയിലാക്കി. ആ കൊട്ട ജനൽവാതിൽ പടിയിന്മേൽ കൊണ്ടുവച്ചു. മുകളിൽ നിന്ന് തന്റെ യജമാനി തേങ്ങിക്കരഞ്ഞ ശബ്ദം അപ്പോൾ അവൾ കേട്ടു. അവൾ കുറച്ചു നേരം ആ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇത്ര വലിയവരും ഇങ്ങനെ കരയുമോ? ആ വലിയ വയറ് വേദനിച്ചിട്ടാവും, അവൾ തന്നെത്താൻ പറഞ്ഞു. എത്ര വേദന അനുഭവിക്കാൻ ഒരു പെണ്ണിനൊന്ന് പെറാൻ. അവൾക്ക് അതെല്ലാം നല്ലപോലെ അറിയാം. നാണിയമ്മ പറഞ്ഞതൊക്കെ അവൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. പെണ്ണായി ജനിച്ചാൽ നരകം തന്നെ, പെണ്ണായി ജനിക്കാതിരിക്കുകയാണ് ഭേദം. അവൾ ചുവരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കിടന്നു. താൻ ഉറങ്ങുന്നത് വരെ കത്തുവാനുള്ള എണ്ണ ആ വിളക്കിൽ ഉണ്ടാവണമെന്ന് അവൾ ആശിച്ചു. പിറ്റേ ദിവസം അവൾ ഉണർന്നത് വയറ്റത്ത് കഠിനമായ ഒരു വേദനയോടെയാണ്. കണ്ണുകൾ മിഴിച്ചപ്പോൾ ഉയർത്തിയ കാലുകളുമായി യജമാൻ നിൽക്കുന്നു. അയ്യോ ചവിട്ടണ്ട, യജമാനത്തി അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ചവിട്ടും, കൊല്ലണ ഈ ചേട്ടയെ, യജമാനൻ പറഞ്ഞു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഒന്നും മനസ്സിലായില്ല. അവൾ പായൽ എഴുന്നേറ്റ് ചുവരിൽ ചാരി നിന്നും തന്റെ നെഞ്ചും അടിവേറും ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും ആ വേദന നിലച്ചു കഴിഞ്ഞിരുന്നില്ല. പേടിയില്ല അല്ലേ? അവളുടെ യജമാനൻ ചോദിച്ചു. എന്തും ചെയ്യാന്നായോ? അയാൾ അവളുടെ കവളത്ത് ഊക്കോടെ അടിച്ചു. അവൾ കരഞ്ഞു തുടങ്ങി. കരയുന്നു, ശവം. അയാൾ കോലായിലേക്ക് പോയി. യജമാനത്തി അയാളെ അനുഗമിച്ചു. വേലക്കാരി അടുക്കള ചെന്ന് ഓല കത്തിച്ച് അടുപ്പിൽ പൂട്ടുവാൻ തുടങ്ങി. അവളുടെ കവിളുകൾ നീറി പുകയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ കരഞ്ഞില്ല. ഇതൊക്കെ എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് ഉത്തരം തിരയുകയായിരുന്നു അവളുടെ മനസ്സ്. യജമാനന്റെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഒരു മേഴ്സത്തിൽ ചോദിച്ചു. രാധേ, വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? അവൾ തലയാട്ടി. സാരമില്ല, അവൾ പറഞ്ഞു. എന്റെ കുറ്റം കൊണ്ടല്ലേ യജമാനൻ നിന്നെ തല്ലിയത്? ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉള്ള ആളല്ലേ? യജമാനത്തിന്റെ വീർത്ത വയറും മഞ്ഞ മുഖവും അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾക്ക് അനുകമ്പ തോന്നി. പാവ സ്ത്രീ, അവൾക്കും ആ ദുഷ്ടൻ ഇത്തരം ചവിട്ടുകളും അടിയോ കൊടുക്കാറുണ്ട്. തന്റെ യജമാനന്റെ ഈ പുതിയ വേഷപ്പകർച്ച അവളെ അതിശയിപ്പിച്ചു. നീ നുണ പറയരുത് കേട്ടോ രാധേ, യജമാനത്തി പറഞ്ഞു. നുണ പറയാണ്ട് കേട്ടാ വലിയ ദേഷ്യ. താൻ എന്ത് നുണയാണ് പറഞ്ഞെന്ന് ചോദിക്കാൻ രാധയ്ക്ക് തോന്നിയില്ല. അവൾ പാത്രം കഴുകാനായി കിണറ്റിൻകരയ്ക്ക് നടന്നു. അന്നും കാക്ക അവളെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കരഞ്ഞു. കാ കാ. പക്ഷേ രാധ ഒന്നും പറഞ്ഞില്ല. അന്ന് യജമാനത്തി ഏകാദശിയുടെ കാരണവും പറഞ്ഞ് നേരത്തെ കുളിക്കുവാൻ അമ്പലക്കുളത്തിലേക്ക് പോയി. യജമാനന്റെ ചായ തണുത്ത് പാട കെട്ടി തെക്കിനിരിക്കുന്നുണ്ടായിരുന്നു. രാധ അതെടുത്ത് വീണ്ടും ചൂടാക്കി അല്പം സംശയിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്നു. ഇതാ ചായ, അവൾ പറഞ്ഞു. അയാൾ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അയാളുടെ ചുമലുകൾ താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വിറയലോടെ. ചായ, രാധ പറഞ്ഞു. അയാൾ പൊട്ടിക്കരയുകയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ അത്ഭുതപ്പെട്ട് അയാൾ നോക്കിക്കൊണ്ട് നിന്നു. അത് കൊണ്ടുപോയിക്കോ രാധേ, അയാൾ പറഞ്ഞു. ഇപ്പൊ മടങ്ങി വന്നിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. അത് കേൾക്കാൻ എനിക്ക് വയ്യ. അയാളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ധൈര്യം വീണ്ടും കിട്ടി. അവൾ ചായപാത്രം എടുത്ത് കോണിപ്പടി ഇറങ്ങി വീണ്ടും അടുക്കളയിലേക്ക് പോയി. അവളുടെ കുപ്പിവളകൾ കിലുങ്ങി. കിലും കിലും. ശരിയാ, അവൾ പറഞ്ഞു. എനിക്ക് ചുവന്ന പാവട ചേർച്ച. എനിക്ക് ഓണത്തിന് ചുവന്ന പാവടയാ വേണ്ടത്. എനിക്ക് അതാ ചേർച്ച. ഇതോടുകൂടി ആ കഥ അവസാനിക്കുകയാണ്. നന്ദി. ഓക്കെ, താങ്ക് യു. മാധവിക്കുട്ടിയുടെ ചുവന്ന പാവാട. കഥാപാത്രങ്ങൾ കുറവാണെങ്കിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കഥ. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാറേ, വേറെ ആരെങ്കിലും തുടങ്ങിക്കോട്ടെ കേട്ടോ. ഓക്കെ, വേറെ ഇനി ആരാ ഉള്ളത്? രമാവതി മാം കേട്ടിരുന്നോ? ശുദ്ധോദനൻ ഡോക്ടർ. രമാവതി മാം പറയും.
സാറേ, അതായത് ആ, കഥ പറഞ്ഞ ടീച്ചർക്ക് ആദ്യമായിട്ട് എന്റെ നന്ദി. അതുപോലെ സാബു സാർ, കഥയിലുണ്ട് ഒരു കാര്യം എന്നുള്ള ദിവസം ടീച്ചർ പറയുമ്പോ നല്ല രസമുണ്ട്. പക്ഷെ കുട്ടികളോട് പറയുന്ന പോലെ കുറച്ച് സ്പീഡ്. ഈ നമ്മളെ പ്ലാറ്റ്ഫോമിൽ കുറെ പ്രായക്കാരാണല്ലോ, വിവിധ പ്രായക്കാരാണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് സ്പീഡ് ചെറുങ്ങനെ, ചെറിയ അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സ്പീഡ് കൂടി ഒന്ന് സംശയമുണ്ട്. ഭംഗി നല്ല പറയുന്നാലും നല്ല ഇഷ്ടമായി. അപ്പം ശരിക്കും ഒരു ബാല്യക്കാരിയുടെ വിഷമം അവിടെ മാധവിക്കുട്ടി തുറന്നു കാട്ടുന്നുണ്ട്. എന്തും സഹിക്കാൻ വേണ്ടി തയ്യാറാണ്. അതുപോലെ യജമാനത്തിക്ക് ആണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മദ്രച്ചിട്ട് തുപ്പാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ് വീട്ടിലൊരു വേലക്കാരി ഉണ്ടെങ്കിൽ. എപ്പോഴും സംശയരോഗമൊക്കെ ഉണ്ടാവും. അപ്പം എന്നെ ഇതായി തുടങ്ങിയോ, അവളോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടോ, എന്നോട് കുറച്ച് റഫായിട്ട് പെരുമാറുന്നുണ്ടോ? കാരണം ആ കുട്ടിയുടെ പ്രായം തൊട്ടാൽ പൊട്ടുന്ന ഒരു പ്രായമാണ്. അപ്പൊ പാവാട ഇട്ടിട്ടുള്ള ആ പ്രായം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു കൗതുകം ഉണർത്തുന്ന ഒരു യൗവനാണത്. യജമാനാണെങ്കിൽ ശുദ്ധ പാവാണ്. സാധാരണ രീതിയിൽ ഒരു കൊച്ചുകുട്ടീനോട് പെരുമാറുന്ന രീതിയിലേ അയാൾ പെരുമാറുന്നുള്ളൂ. എങ്കിലും ചില സമയത്ത് യജമാനത്തിക്ക് എന്തോ ഒരു ചെറിയൊരു സംശയത്തിന്റെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം കുട്ടിയാണെങ്കിൽ കാക്കയോട് സംസാരിക്കും, അമ്മ മരിച്ച പ്രേതങ്ങളോട് സംസാരിക്കും, വള അവിടെ നിരത്തും. അവള് പറയും എനിക്കാരും പേടിയുള്ള അവള് പേടിയില്ലാന്ന് പറയും. ആ വളയെല്ലാം എടുത്തിട്ട് പിന്നെ തൊട്ടിലാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കാം. എല്ലാം ഒരു കുട്ടിത്തമുള്ള ഒരു പ്രായമാണ്. ഇലക്ക് നിൽക്കുന്നേ ഉള്ളൂ, ആ കുട്ടിത്തമുള്ള പ്രായമാണ്. ആ മുറ്റമടിക്കലും അതിന്റെ വളകിലുക്കം, കാരണം അതെല്ലാം ആസ്വദിക്കുന്ന. പണ്ടെല്ലാം ഇങ്ങനെ പുൾപ്പാവാട ഇട്ടിട്ടുള്ള പ്രായം, ഇങ്ങനെ ഇട്ടിട്ട് മുടിയെല്ലാം പിന്നെ തുമ്പ് കെട്ടിയിട്ട് അതിൽ തുളസിപ്പൂവെല്ലാം വെച്ചിട്ട്, പിന്നെ അതുപോലെ പാദസരം ഇട്ടിട്ട്, പിന്നെ കുപ്പി വളയിട്ടിട്ട് പൊട്ടിട്ടിട്ട്, അപ്പൊ കണ്ണാടിയിൽ പോയിട്ട് കുറെ നേരം നോക്കുക, സൗന്ദര്യം ആസ്വദിക്കുക, അങ്ങനെയുള്ള പ്രായമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അടി കിട്ടിയിട്ടും അത് കൊള്ളാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ കുറ്റം കൊണ്ടാണ് എന്നുള്ള സമ്മതിക്കുന്നുണ്ട് ആ കുട്ടി. അതിലാണ് ആ നിഷ്കളങ്കത എനിക്ക് തീർത്തും തോന്നിയത്. കാരണം പോയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അടി കിട്ടിയത് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ട്. അത് ഞാൻ കുറ്റം ചെയ്തിട്ടല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ വീണ്ടും ചായ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അയാള് വിതുമ്പി കരയുന്നുണ്ട്. ആ കരച്ചിലിനിടയിൽ എന്താ പറയണ്ടേന്ന് തോന്നിയപ്പോ ചായ എന്ന് പറയുമ്പോ യജമാനെ പേടി, വീണ്ടും അതായത് സംശയരോഗം വന്നിട്ട് അന്തരീക്ഷം വഷളാവും എന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാം കൊണ്ടും കഥ ഞാൻ ഫുള്ള് ആസ്വദിച്ചു. നല്ല രീതിയിൽ തന്നെയുള്ള മാധവിക്കുട്ടിയല്ലേ, നല്ല രീതിയിൽ തന്നെ കഥ പറഞ്ഞു. നല്ല എനിക്കിഷ്ടായി. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സാറേ. താങ്ക് യു. താങ്ക് യു മാം. പഴമയിലേക്കുള്ള ഒരു വലിയ സഞ്ചാരം അല്ലെ, ഗർഭിണിയായ യജമാനത്തെയും വേലക്കാരിയും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അതിന്റെ ഇടയിൽ നിൽക്കുന്ന വ്യക്തി. ജോർജ് സാർ ഫ്രീ ആയോ? അതെ, ഞാനത് ഒരു പറയും കഴിഞ്ഞ കയറിയത്. സാർ കേട്ടോ? ഞാന് ഫുള്ളല്ല, 7:20 ഞാൻ കയറിയപ്പോഴേ. ഞാൻ യാത്രയിലായിരുന്നു. അതാ ബാക്കിയുള്ളത് കേട്ടു. കഥയുടെ പ്രസന്റേഷനൊക്കെ നന്നായിരുന്നു. മാധവക്കുട്ടിയുടെ കഥ ചുവന്ന പാവാട. ചുവന്നപാട്. ഞാൻ മാധവക്കുട്ടിയുടെ രുക്മിണിക്കൊരു പാവക്കുട്ടി വായിച്ചിട്ടുണ്ട്. മറ്റേ ബോംബെയിലെ ആ ചുവന്ന തെരുവിലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ അവസ്ഥയായിട്ടുള്ള അല്ലെ. അവസാനം ആ കുട്ടി അടുത്ത് വരുന്ന ഒരു പ്രായം നാള് അവസാനം ആ കുട്ടിയെ ഒന്നും ഉപദ്രവിക്കാതെ അതൊക്കെ ഒരു പാവക്കുട്ടി സമ്മാനിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു ഇതുള്ളത്. അതേപോലെ ഒരു വേലക്കാരുടെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. രമദേവി പറഞ്ഞാലേ അല്പം ഒന്ന് അതൊക്കെ നേരത്തേക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് പെട്ടെന്ന് ആകെ ചെറിയ കഥയല്ലേ, അതൊക്കെ പറഞ്ഞ് സാവധാനത്തില് നമ്മുടെ അതിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നന്നായിരുന്നു പ്രസന്റേഷൻ, നല്ല കഥ.
ഓക്കെ, താങ്ക് യു സർ. ഞാനിപ്പോ പുറത്താണ്, വേറെ ഇതിലേക്ക് കയറുകയാണ്. ഓക്കെ സർ, താങ്ക് യു. സാറേ അതിൽ ആഡ് ചെയ്യാനുള്ളത്, ആ ഗർഭിണി ആയതുകൊണ്ട് അവർക്ക് കുനിയാൻ വയ്യ. അപ്പൊ ആ കുട്ടീനെ ചവിട്ടുന്നൊന്നുമില്ല, നല്ല ഒരു വിരലുകൊണ്ട് ഇങ്ങനെ കാലിന്റെ വിരലുകൊണ്ട് തൊടുന്നേ ഉള്ളൂ അവര്. അപ്പൊ ഇഷ്ടമുണ്ട് അവിടെ. അതുപോലെ ഈ കുട്ടിക്കാണെങ്കിൽ ഗർഭിണി ആയതുകൊണ്ടുള്ള അനുകമ്പ, കാരണം വയറ്റാട്ടി പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ വേദന തിന്നുന്നവരായിരിക്കും. അപ്പൊ അവരോട് ആ നിറഞ്ഞ വയറ് കാണുമ്പോൾ ഉള്ള ഇതും അവിടെ കാണുന്നുണ്ട്. ഡോക്ടർ പറയൂ. ഞാൻ കേൾക്കുമായിരുന്നു അത്. ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് ഒരു സുഖമുണ്ട്. കാരണം ഇവിടെ വലിയ പണിയില്ലാതെ മകളുടെ വീട്ടിലെ വിശ്രമമൊക്കെ. അപ്പൊ ഞാൻ ഈ പണ്ടത്തെ നമ്മുടെ ബാല്യക്കാരി വീട്ടിലെ പണിക്കാരികളെയൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൂടെ ചിത്രങ്ങളായിട്ട് കടന്നു പോവായിരുന്നു. അത് പണ്ടത്തെ തറവാട്ട് വീടുകളിലെയൊക്കെ പണിക്കാരിയാണ് ഇങ്ങനെയൊക്കെ. ഇപ്പൊ എൻ്റെ ഭാര്യയൊക്കെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന വെള്ളക്കുട്ടിയോടൊക്കെ ഇങ്ങനെ എന്തോ അഭ്യർത്ഥനയാണ്, അപേക്ഷകളാണ് ഓരോ പണി ചെയ്യാനൊക്കെ വെക്കുന്നത്. കാരണം അവർ പോയാൽ നമ്മുടെ അടുക്കളയുടെ ചിറ ഒടിഞ്ഞു പോകും. അതുപോലെ ഇവിടെ എൻ്റെ മകൾ വീട്ടിൽ സഹായിക്കുന്ന ദേവുവിനോടൊക്കെ വളരെ എന്താ പറയുക, ആ ഒരു ഗ്രഹനാഥ പണിക്കാരിയോടൊക്കെ അപേക്ഷിച്ചാലേ ഇപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തലമുറ വ്യത്യാസം ഇതിൽ സംഭവിച്ചു. മാധവിക്കുട്ടിയുടെ കാലത്തെ ബാല്യക്കാരികളൊന്നും ഇപ്പോൾ നാട്ടിലില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ മറ്റേ രണ്ട് ആസ്വാദകർ പറഞ്ഞതുപോലെ ഈ വേഗതയുള്ള വായന ഈ കഥയുടെ ഒരു മനോഹാരിതയെ ബാധിച്ചു. കാരണം മാധവിക്കുട്ടി എത്ര സംസാരിക്കുന്ന മാധവിക്കുട്ടിയുടെ സംഭാഷണം നമ്മൾ കേട്ടിട്ടില്ലേ? എത്ര പേലവമായിട്ട് അങ്ങനെ പൂ വിരിയുന്നത് പോലെ വാക്കുകളൊക്കെ ഇങ്ങനെ വിടർത്തിയാണ് മാധവിക്കുട്ടി സംസാരിക്കുന്നത്. പക്ഷെ ടീച്ചർ മാധവിക്കുട്ടിയുടെ കഥയെ ഒരു ഓട്ടോറിക്ഷയെ കയറ്റി ഓടിച്ചു കളഞ്ഞു. അങ്ങനെ പൊതുവേ എനിക്ക് വർത്തമാനം സ്പീഡുണ്ട് സാർ. അത് ഞാൻ വളരെ കൺട്രോൾ ചെയ്ത്, എനിക്ക് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര സ്പീഡാണ് സംസാരത്തിൽ. അതെ, അതാണ് അധ്യാപികമാര് പൊതുവെ അങ്ങനെയാണ്. ആ ഒരു പീരീഡിൽ തയ്യാറായി വന്ന ക്ലാസ് നോട്ടൊക്കെ പിള്ളേരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വെപ്രാളം ഉണ്ടല്ലോ, റിവിഷൻ സമയത്തും ഒക്കെയുള്ള അതിവേഗത്തിലുള്ള പോക്കുമൊക്കെ. എന്നാൽ ഇത് വളരെ ഈ മാധവിക്കുട്ടിയുടെ കഥകളുടെയൊക്കെ കഥയൊന്നും അല്ല, അതിലെ ഈ വികാരങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കുന്നതിന്റെ ഒരു മനോഹാരിത, അതാണ് നമ്മളെ കൊതിപ്പിച്ച് കളയുന്നത്. അതിൽ ഒരു പ്രധാന കാര്യം, ഈ മാധവിക്കുട്ടിക്ക് ടീച്ചർമാരുടെ പഠിപ്പിക്കലിനൊന്നും ഇരുന്നു കൊടുക്കാനുള്ള എന്താന്ന് പറയാ, ദുരവസ്ഥ ഉണ്ടായില്ല. സ്വയം പഠിച്ചെടുത്ത മലയാളം, സ്വയം കണ്ടുപിടിച്ച വാക്കുകളും ഒക്കെയാണ്. അപ്പോൾ അതേപോലെ ഈ മറ്റേ രോഗഗ്രസ്തനായ OV വിജയനും അതേപോലെ തന്നെ ഈ അധ്യാപകരുടെ അടുത്ത് പോയിരുന്ന് പഠിക്കാത്തത് കൊണ്ടാണ് അവരുടെ ഭാഷയ്ക്കൊക്കെ സവിശേഷമായ ഒരു അഴകും ഒക്കെ ഉള്ളത്. അതിൽ ഈ വിഷ്വൽസ് ആയിട്ടാണ് അവർ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഫ്രെയിമുകളായിട്ട് അവതരിപ്പിച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മളെ ഇത് വല്ലാതെ ഭ്രമിപ്പിക്കുന്നത്, നമ്മളെ ഇവര് മനസ്സിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ ഈ കഥയിൽ തന്നെ മുറ്റമടിക്കുന്ന പെൺകുട്ടിയുടെ ഈ കുപ്പിവള കിലുങ്ങുന്നത്, കിലും കിലും എന്നൊരു കിലുക്കം, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിലുങ്ങും പെട്ടെന്ന്. അതേപോലെ മറ്റൊരു കഥയില് ഒരു ഗ്രാമീണ സുന്ദരിയായ ഒരു ടീച്ചർ നടന്നു പോകുമ്പോൾ പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ ആ പിന്നിൽ നിന്ന് ഈ ടീച്ചറെ നോക്കിക്കൊണ്ട് മാധവിക്കുട്ടി പറയുന്നത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് കാൽ വെച്ച് പോകുന്നു. അത് നമ്മളൊക്കെ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ മനോഹര പദങ്ങളിലൂടെ മാധവിക്കുട്ടി ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഇതില് ഒരു അതുപോലെ ഗർഭിണിയെ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കില്ലേ, വീർത്ത വയർ, മഞ്ഞ വിളർത്ത മുഖം. ഇത് മതി ഒരു ഗർഭിണിയുടെ അവശത മുഴുവൻ. അല്ലാതെ ഗർഭിണി ഇങ്ങനെ ഇടുപ്പിൽ കൈവച്ച് നടക്കുന്നതും കോണി ഇറങ്ങുമ്പോൾ ഏങ്ങി വലിക്കുന്നതും അമ്മേ ഗുരുവായൂരപ്പ എന്ന് പറയുന്നതെന്നൊക്കെ രീതി പുരുഷന്മാരൊക്കെ എഴുതി വെക്കുന്നത് പോലെ പകരമായിട്ട് 2 വാക്കുകൾ, വീർത്ത വയറും മഞ്ഞ വിളർത്ത മുഖവും പോരെ. നമ്മൾ ഗർഭിണിയുടെ ചിത്രം പൂർണ്ണമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോ ഈ ഇതേപോലെ കാക്ക കഥാപാത്രമായിട്ട് നമുക്കറിയാം, ഈ വാഴക്കൈയിൽ വന്നിരുന്ന് കാക്ക കാക്ക എന്ന് കരയുന്നതൊക്കെ അറിയാം. പക്ഷെ അതിനെ ഇതിലോട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഈ കാക്ക ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ് ആ കഥയിൽ. അത് അതുപോലെ മാധവിക്കുട്ടിയുടെ ചില കഥയിലൊക്കെ പശുക്കുട്ടി അങ്ങനെ ഒക്കെ നമ്മളെ കൊതിപ്പിച്ചു കളയും. അതുപോലെ ഈ അതിൽ ആ ചുവന്ന പാവാട എന്നുള്ള ടൈറ്റിലില്ലേ,
ആ കഥയുടെ തലക്കെട്ട് ചുവന്ന പാവാട എന്ന് കേട്ടാൽ തന്നെ ഉടൻ നമ്മുടെ മനസ്സിൽ കൂടെ ഒരു കൗമാരക്കാരി, എന്റെ മനസ്സിൽ വരുന്ന ഇങ്ങനെ പാടവരമ്പിലൂടെ ചുവന്ന പട്ട് പാവാടയൊക്കെ ഉടുത്ത് ഇങ്ങനെ കിലും ഇത് കിലുക്കി പോകുന്നത് പോലെ. അപ്പൊ ഈ വാക്കുകളുടെ സെലക്ഷൻ അത് മാധവിക്കുട്ടിയുടെ വലിയ ഒരു അനുഗ്രഹമായ ഒരു അതാണ്. അതുകൊണ്ടാണ് എത്ര ഈ പ്രിയങ്കരിയായിട്ട് എപ്പോഴും നിൽക്കുന്നത്. മാധവിക്കുട്ടി പറഞ്ഞ കുട്ടികളുടെ മുതൽ സീനിയർ സിറ്റിസൺ എന്നെ പോലെയുള്ളവരുടെ എല്ലാം മനസ്സിൽ പ്രണയം വിടർത്തിയ ആളാണ്. മാധവിക്കുട്ടിയെ പ്രണയിക്കാത്ത ഒരു മലയാളി പുരുഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാധവിക്കുട്ടിയുടെ വാക്കുകളും എഴുത്തുകളുടെ ഒക്കെ ഒരു മനോഹാരിത എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. ടീച്ചർ എന്തായാലും ഈ കഥ തെരഞ്ഞെടുത്തത് വളരെ നന്നായി, വളരെ നന്നായി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള ആളുകൾക്ക്. പക്ഷെ ഇതൊക്കെ ഈ മറ്റേ പണ്ടത്തെ ആ ഒരു വീടും കുടുംബവും ഗ്രാമവും അതേപോലെ തന്നെ ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലേ, മറ്റേ ചന്ദനമരങ്ങളിലെയൊക്കെ പണിക്കാരി ഇത് മാധവിക്കുട്ടിയായിട്ടുള്ള ഡയലോഗൊക്കെ അവരുടെ അതേ സംഭാഷണത്തിൽ തന്നെ അങ്ങോട്ട് കൊടുത്തു കളി. അവര് നല്ല ഗംഭീരമായിട്ട് മറ്റേ ആഠ്യത്തറവാട്ടിലെ നായർ തറവാട്ടിലെ വീട്ടമ്മ സംസാരിക്കുന്നതും ജോലിക്കാരി സംസാരിക്കുന്നതും അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ അവരുടെ അതേ ഡയലോഗിൽ തന്നെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ തെളിഞ്ഞ് ഇതിങ്ങനെ വരികയാണ്. എന്തായാലും ഞാൻ വിചാരിച്ചിരുന്ന ടീച്ചർ ഇത് വായിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് മാധവിക്കുട്ടിയുടെ പോലെ ഒരു കോസ്റ്റ്യൂമില് അതേപോലെ തന്നെ ഒരു എന്താണ് താക്കോൽ കൂട്ടമൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വായിക്കുന്ന പോലെ കഥ അവതരിപ്പിക്കലിന്റെ ഒരു ഭംഗി ഉണ്ട്. അത് ഇത്തിരി കുറഞ്ഞു പോയി ടീച്ചർ. പക്ഷെ മനോഹരമായ ഒരു കഥ നന്നായി അവതരിപ്പിച്ചു. താങ്ക് യു. താങ്ക് യു. ഇനി ജോഷി സാർ റെഡിയാക്കി പറഞ്ഞോളൂ. ആദ്യം തന്നെ ടീച്ചറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇതിനെ നന്നായിട്ട് വിലയിരുത്തുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ ഈ ശുദ്ധോദനൻ സാറ് തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം പിന്മാറി നിന്നത്. കാരണം സാറ് അതിന്റെ ചാരുതയോടെ കൃത്യമായി പറയാൻ ഏറെ പ്രാപ്തിയുള്ള മനുഷ്യനാണ്. അത് വളരെ ഭംഗിയായി സാർ അത് നിർവഹിച്ചതുകൊണ്ട് സാറിനും പ്രത്യേകം നന്ദി. ഈ കഥ മാധവിക്കുട്ടിയെ എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ നല്ലൊരു കഥാകാരിയാണ്. പ്രണയത്തിന്റെ വലിയൊരു സൂക്ഷിപ്പുകാരിയാണ്. പച്ചയായി കാര്യങ്ങൾ പറയുന്നയാളാണ്. ഒരു പച്ച സ്ത്രീയുമാണ്. പച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പം വേറെ അർത്ഥം ഉണ്ടാവുമായിരിക്കും. വളരെ യാഥാർത്ഥ്യബോധത്തോടെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു തലമുറ മാറ്റത്തിന്റെ പ്രത്യേകതയും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇന്നലകൾ കുടുംബങ്ങളിൽ വല്യക്കാരികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ രാവും പകലും എല്ലാം വീട്ടിൽ നിൽക്കുന്ന തരത്തിലുള്ള ബാല്യക്കാരികൾ ഉണ്ടായിരുന്നു. അവരോട് പുലർത്തിയിരുന്ന മനോഭാവം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇന്നത് മാറി. ഒരുപക്ഷെ ആ കാലഘട്ടത്തെ വന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് ഉപകാരപ്പെടും. ഇന്നിങ്ങനെ ഫുൾ ടൈം ചിലപ്പോ വീട്ടിൽ നിൽക്കുന്ന ആളുകളെ കിട്ടില്ല. ഇപ്പൊ പാർട്സ് ആയിട്ടാണ് ജോലികൾ ചെയ്യുന്നത്. നമ്മുടെ ഡോക്ടർമാര് ഓരോ വിഭാഗം സ്പെഷ്യലൈസ് ചെയ്യുന്നത് പോലെ മുറ്റം തൂക്കാൻ ഒരാള്, പെരക്കകം തുടയ്ക്കാൻ വേറൊരാള്, ഇങ്ങനെ ഓരോരോ വിഭാഗമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക. എന്നാൽ ഈ പെൺകുട്ടി അവിടുത്തെ ഏതാണ്ട് എല്ലാവിധ ജോലികളും ചെയ്യേണ്ടുന്ന, അടുക്കള ജോലിയും ചെയ്യണം, മറ്റു ജോലികളും ചെയ്യേണ്ടി വരുന്ന ഒരാളെന്നുള്ള നിലയിൽ കാണാൻ പറ്റുന്നു. ഇവിടെ മാധവിക്കുട്ടി വരച്ച് കാണിക്കുന്നത് ഈ ഒരു ബാല്യക്കാരിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ അവസ്ഥയുമാണ്. അപ്പൊ ഒരു സ്ത്രീയായ ബാല്യക്കാരി, അപ്പൊ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും മാധവിക്കുട്ടി സംസാരിക്കുന്നത്. അത് ഈ കഥയിലും വളരെ സുവ്യക്തമാണ്.
അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഒക്കെ നിൽക്കുന്ന പ്രണയം ചിലര് പുറത്ത് പറയാനായിട്ട് മടിക്കുന്നു, ഉള്ളിലുള്ള മോഹങ്ങൾ പുറത്ത് പറയാൻ മടിക്കുന്നു. എന്നാൽ ഇവിടെ അതെല്ലാം അവര് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അത് നല്ലൊരു കലാഭംഗിയോടുകൂടി അനുവാചകർക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ, എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ, കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ കുറിക്ക് കൊള്ളുന്ന രീതിയിൽ ആളുകൾക്ക് ബോധിപ്പിക്കാൻ ഒക്കെ ഇവിടെ പരത്തി വെക്കുന്നു. അതുപോലെ സംഘർഷഭരിതമാകുന്ന ഗൃഹനാഥൻ മര്യാദക്കാരനും ഗൃഹനാഥ കർക്കശക്കാരിയും ബാല്യക്കാരി ചെറുപ്പക്കാരിയും ഒക്കെ ആകുമ്പോഴുണ്ടാകുന്ന ആ സിറ്റുവേഷൻ വളരെ കൃത്യമായിട്ട് വരച്ചു വെക്കുക. എല്ലാം കൊണ്ടും സുന്ദരമായിരിക്കുന്നു ഈ കഥ. ടീച്ചറും ഏകദേശം ഈ സ്നേഹത്തിൻ്റെയും അതുപോലെ ഈ കഥയുടെ കഥാതന്തുവിനെ ആവാഹിക്കാൻ പ്രാപ്തിയുള്ള ആൾ തന്നെയാണ്. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ സ്വതവേ ടീച്ചർ അല്പം സ്പീഡാണ്. നേരെ സംസാരിച്ചാൽ പോലും നമുക്ക് ആ സ്പീഡ് ബോധ്യപ്പെടും. ആ ഒരു സ്പീഡിന്റെ ഭാവം ഒരുപക്ഷെ ഈ കഥാ അവതരണത്തിലും ഉണ്ടായിരിക്കും. എങ്കിൽ കൂടെയും കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാകാൻ പറ്റാതിക എന്നുള്ള ഒരു ഘടകമൊന്നും അതിൻ്റെ അകത്തുണ്ടായില്ല. തീർച്ചയായിട്ടും അതിനെ വിലയിരുത്തിയത് ഒരു വിലയിരുത്തൽ എന്നുള്ള നിലയിൽ കണ്ടാൽ മതിയാകുന്നതാണ്. എല്ലാവിധ ഭാവങ്ങളും സുന്ദരമായിരിക്കുന്നു. ഈ ആഴ്ചയിലെ കഥ ഏറെ ഭംഗിയായിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ നന്ദി, സന്തോഷം എല്ലാവരുടെ പേരിലുള്ളതും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ളതും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ ജോഷി സാർ, താങ്ക് യു. ഇനി ആരാണ് പറയുന്നത്? റോഹിത് സാർ കേട്ടിരുന്നോ? സരസ്വതി മാം, സ്നേഹലത മാം പോയോ? പറയട്ടെ സാർ, പറയട്ടെ. മാധവിക്കുട്ടിയുടെ കഥ വളരെ നന്നായിരുന്നു. ടീച്ചറിന് ഇത്തിരി സ്പീഡ് കൂടിപ്പോയെന്നേ ഉള്ളൂ. കഥ വളരെ നന്നായിരുന്നു. പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനൊന്നുമല്ല, എന്നാലും പണ്ടത്തെ ആ രീതി എങ്ങനെയായിരുന്നുവെന്ന് ആ ജോലിക്കാരനുഭവിച്ചിരുന്ന പീഡനങ്ങളൊക്കെ മനസ്സിലാകുന്നു. പിന്നെ ആ മാധവിക്കുട്ടിയുടെ കഥാപാത്രങ്ങളുടെ ആ സൃഷ്ടി, അത് ശുദ്ധോധന സാറ് പറഞ്ഞതുപോലെ ആ മഞ്ഞ മുഖവും എന്ന് പറയുമ്പോൾ ആ വളർച്ചയും ഗർഭിണിയുടെ അവസ്ഥയും വീർത്ത വയറ്, അതൊക്കെ വളരെ നല്ല പ്രയോഗങ്ങള്. പിന്നെ ഓക്കെ ടൈപ്പ്. ഓക്കെ റോഹിത് സാർ പറയുന്നു. ഉറങ്ങുന്ന രാധ എന്ന വേലക്കാരത്തിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഗർഭിണിയായ യജമാനിയോട് കൂടിയാണ് കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം പാവിരിച്ച് ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളെല്ലാം വളരെ ഭംഗിയായി, അതിനിടയിലുള്ള സംഭവങ്ങളെല്ലാം വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കഥ. ഈ കഥ പഴയ കാലത്തെ ഒരു വേലക്കാരത്തിയും ഗർഭിണിയായ ഒരു യജമാനത്തിയുടെ കാര്യവുമാണ് നമ്മളിലേക്ക് വരച്ചു കാണിച്ചത്. അപ്പോൾ ഒരു വേലക്കാരത്തിയുടെ അവസ്ഥ, അവര് ഈ വക പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുന്നത് ഈ കാക്കയും ഈ പൊട്ടിയ കുപ്പിവളയും ഒക്കെ അവരുടെ ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇവരുടെ ബാക്കിയെല്ലാം പരുക്കനായ ചില കാര്യങ്ങളാണ്, എങ്കിലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു വേലക്കാരത്തി. പിന്നെ ഗർഭിണിയായ ഒരു യജമാനത്തിയുടെ മാനസികാവസ്ഥ ഭംഗിയായി വരച്ചു കാണിച്ചു.
ഏതായാലും ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കഥയല്ല ഇത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെയൊന്നും വേലക്കാരത്തികളെ ഒന്നും ഡീൽ ചെയ്യാൻ സാധിക്കത്തില്ല. എങ്കിലും പണ്ടും ഇതുപോലെയുള്ള വേലക്കാരത്തിയും യജമാനത്തിയും ഗർഭിണിയായിരിക്കുമ്പോൾ സഹായിക്കാൻ വരുന്ന ആൾക്കാരെ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി തരുന്നതിന് തെരഞ്ഞെടുത്ത ഗീതാരവി ടീച്ചർക്ക് അനുമോദനങ്ങൾ. താങ്ക് യു. ഏതായാലും നല്ല ഒരു ദിവസം വളരെ ഭംഗിയായി നമ്മളെ എല്ലാം കാണിച്ചു തരികയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. ഇവിടെ വേലക്കാരിയോട് കാക്ക വർത്താനം പറയുന്നത് അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള വാക്ക. കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെയില്ല കാക്കച്ചാരെ, അവർ കാക്കയോട് താണസ്വരത്തിൽ പറഞ്ഞു എന്നെ കൊല്ലും. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് മനോഹരമായിട്ട് അത് ഒഴുകുകയാണ്. വേറെ ആർക്കെങ്കിലും എനിബഡി എൽസ്? നസീം മാം, ജോസഫ് സാറൊക്കെ താമസിച്ചാ വന്നേ. സർ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. സർ നമുക്കേ നമ്മള് ഈ സൈക്കോളജിയും മനഃശാസ്ത്രവും ഒക്കെ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന ഒരു ഇതാണല്ലോ ഈ ഗർഭാവസ്ഥയില് ഈ പൊതുവെ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാര് അവിശ്വസ്തരാണെന്നൊരു തോന്നലിലേക്കൊക്കെ അവര് പണ്ട് കാലത്തൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ഈ സംശയദൃഷ്ടിയോടെ യൗവനയുക്തയായ ഒരു ജോലിക്കാരിയെ വീട്ടമ്മ നോക്കുന്നതും ഒക്കെ അത് ഈ കേരളത്തിൽ മാത്രമുള്ളതാണോ? എന്താണ് ഇതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് സാറൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരു ചെറുപ്പക്കാരി അല്ലെ യൗവനയുക്തയായിട്ടുള്ള ജോലിക്കാരിയുടെ പ്രായം എത്രയാ എന്ന് വീട്ടമ്മമാര് സാറിന് ചോദിക്കാറുണ്ട് അല്ലേ വരുന്നത്. അത് ഒരു 20 വയസ്സുള്ള അയ്യോ വേണ്ട 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 എന്നങ്ങോട്ട് പറയും. അത് ഈ ഭർത്താവിനോടുള്ള അവിശ്വാസമാണോ അതോ പണ്ടത്തെ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ആയിരുന്നോ? കാരണം ഇപ്പോഴത്തെ തലമുറയിലൊന്നും അങ്ങനെ ഒരു അവിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ഈ ഭർത്താവ് ജാരനാകുമെന്നൊക്കെ ഇവര് വെറുതെ തെറ്റിദ്ധരിക്കുകയായിരുന്നില്ലേ? അതോ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അതിന്റെ ഗർഭാവസ്ഥയിൽ ഈ സ്ത്രീ സംശയാലു ആകുന്നതൊക്കെ പണ്ട് സാധാരണ ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ മനഃശാസ്ത്രം കൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? അല്ല, ഗർഭാവസ്ഥയാവണമെന്നൊന്നുമില്ല സാർ, എപ്പോഴും ആകും. പിന്നെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഇതിപ്പം അന്നത്തെ കാലത്തെ കഥകളും അങ്ങനത്തെ സാഹിത്യങ്ങളെല്ലാം ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു രീതിയായിരുന്നു. ഇന്ന് അങ്ങനത്തെ കഥകൾ ആരും വായിക്കുന്നുമില്ല. ഇപ്പൊ നമുക്കറിയാലോ ഈ മാധവിക്കുട്ടിയുടെ ഈ കഥകളൊക്കെ വായിക്കുന്നത് നമ്മളെ പോലുള്ളവരാ, അല്ലാതെ ഒരിക്കലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒന്നും വായിച്ചു തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രശ്നം പറയുക പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ എന്നെക്കാളൊക്കെ ഒരു മൂത്ത ചേച്ചി, ആ ചേച്ചി KSRTC വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവര് പ്രസവിക്കാൻ പോയപ്പം അനിയത്തിയെ കൊണ്ടുവന്നു, മൂത്ത കുട്ടിയെ നോക്കാൻ വേണ്ടിട്ട്. ഇളയ കുട്ടിയെ പ്രസവിക്കാൻ പോയപ്പോ അനിയത്തിയെ കൊണ്ടുവന്നു. തിരിച്ചു വന്നപ്പോ അനിയത്തി ഗർഭിണിയാണ് ഈ ചേട്ടന്. അവസാനം അവരെ കൂടെ കെട്ടേണ്ടി വന്നു. അവസാനം മൂത്ത ചേച്ചിയെ ഡിവോഴ്സ് ആക്കി. ചേച്ചിയും 2 മക്കളും കൂടെ ഒരു വീട്ടില്, അനിയത്തിയും ചേട്ടനും കൂടെ ഒരു വീട്ടിൽ. അങ്ങനെയായ ഞാനപ്പോ ഇതൊക്കെ ഇങ്ങനെ നടക്കും. നമ്മ കോളേജ് പഠിക്കുമ്പോ നമ്മൾ അയ്യോ ഇതൊക്കെ എന്തോ ഇങ്ങനെ കേൾക്കും, നമുക്കൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും അവരിപ്പോഴും അയാള് ആ അയാളുകൂടെയാ. മൂത്തവര് അങ്ങനെ മരിച്ചുപോയ സംശയമുണ്ട്. ബാബു എന്നൊരു പേര്. ആ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തതാ. കുഞ്ഞിനെ നോക്കാൻ കൊണ്ടുവന്ന ആളാണ് അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ടീച്ചറെ ഞാൻ അറിയണ ഫാമിലിയാ. അതുപോലെ ചേച്ചി അനിയത്തിനെ കൊണ്ടുവന്നതാ. നല്ല സ്ത്രീ അവര്, ഭാര്യ എന്നുള്ള നിലയില്. എവിടെയാണ് സ്ഥലം? ചേർത്തലങ്ങനാണോ? അയ്യോ ഐഡന്റിറ്റി വെളിപ്പെടുത്തല്ലേ? ഇതുപോലെ ഒത്തിരി ഉണ്ട്. അതിലൊരു കുട്ടി ഇവിടെ ബ്ലോഗിലൊക്കെ ഭയങ്കര ഫേമസ് ആ, പറയാൻ പാടില്ല. ചേച്ചി കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു ഒടുവില്. അവർക്ക് താങ്ങില്ല. ഗോൾഡായിട്ട് ജീവിച്ചു വേറെ വീടൊക്കെ വെച്ച്. അവര് ഭയങ്കര പാവ, അവര് നല്ലൊരു വീട്ടമ്മയായിരുന്നു. ഈ പെൺകുട്ടി അനിയത്തിനെ ഇയാള് ഭയങ്കര ലൈനായി ചതിച്ചില്ലേ എന്നുള്ളൊരു സങ്കടമായി അവര് ആത്മഹത്യ ചെയ്തു. അവരുടെ മക്കളൊക്കെ വലിയ ആളുകളായി.
നമുക്ക് യെസ്. നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. പക്ഷെ ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ അല്ല, ഏഹ്, ഈ കാലങ്ങളിൽ അങ്ങനത്തെ സാധ്യതകൾ ഇല്ല. ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തുറന്നു പറയാൻ സ്ത്രീകൾക്ക് നല്ല ധൈര്യമുള്ള സ്ത്രീകളാണ്. അപ്പൊ അതൊന്നും അത്ര ഒരു പ്രായോഗികമായ പ്രശ്നമായിട്ട് കാണുന്നില്ല. പിന്നെ ഇതിനകത്ത് അല്ല പാരനോയിഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒരു ജനറലൈസ്ഡ് ആയിട്ട് മാത്രം എടുത്താൽ മതി. ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ അന്നത്തെ കാലത്ത് അതിനുള്ള ഞാൻ പ്രിവിലേജ് കഥ അനുസരിച്ചാണ്. ഞാൻ പറയൂ. ഞാൻ കഥ കേട്ടില്ല. അവസാനത്തെ അവസാനത്തെ റോയ് കേട്ടല്ലോ. റോയ് സാറിന്റെ ഡിസ്കഷനിൽ വെച്ച് കേട്ടുള്ളൂ. അപ്പം സംഗതി എന്താണ് അതിന്റെ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ഇത് അസ്യൂം ചെയ്യാമല്ലോ. അപ്പൊ ഇക്കാലത്ത് ഇതൊരു പ്രശ്നമല്ല സാറേ. അതാണ് അതിനകത്ത് കാര്യം. കാരണം പിന്നെ വലിയ ഭർത്താവുള്ളവർക്കും ആരുടെ കൂടെയും പോകാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാനും അതിനൊന്നും അല്ല. അപ്പൊ അതൊരു പ്രശ്നം അല്ല. പിന്നെ അനിയത്തിമാരെയും ചേട്ടത്തിമാരെയും ഒന്നും ഇപ്പം വന്നിട്ട് പേരെടുക്കാനൊന്നും കിട്ടത്തില്ല. അങ്ങനെയുണ്ട്. പണ്ടാണ് അതൊക്കെ കിട്ടുന്നതായിരുന്നു. ഇപ്പം അങ്ങനെ വന്ന് നിൽക്കാനും ഇതിനൊന്നും ആളിനെ കിട്ടത്തുമില്ല. പിന്നെ ഇതിന് അനിയത്തി ഗർഭിണിയാവുകയും പ്രസവിച്ചു കിടക്കുകയൊന്നും വേണ്ട സാറേ ഈ കാര്യത്തിനൊക്കെ. അതുകൊണ്ട് ആരും അറിയാതെ ഒപ്പിച്ച് കളയും ഇപ്പൊ. പണ്ടൊക്കെ ഇന്നസെന്റ് അല്ലേ മനുഷ്യര്. ചേച്ചിയുടെ ഭർത്താവൊക്കെ സ്വന്തം ഏട്ടന്റെ പോലെ കെയറിങ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. കാലഘട്ടം മാറി. ഓക്കെ. അല്ല ഇതില് മൊറാലിറ്റി ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് സോഷ്യോളജിയിൽ പറയുന്നുണ്ട്. പറഞ്ഞ അതാണ് സത്യം. മൊറാലിറ്റി ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ നല്ല സൗകര്യവും കാര്യങ്ങളും ഒക്കെ സൗകര്യമായിട്ട് കിട്ടിയാലേ പിന്നെ ഇതില് എല്ലാരും ഒരുത്തനും മര്യാദക്കാരനല്ല, ഒരുത്തികളും മര്യാദക്കാരിയുമല്ല കേട്ടോ. സുധോൻ ഡയറക്ടർ പറഞ്ഞതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു കാര്യമുണ്ട് ഇവിടെ. ഇപ്പം ഈ എഴുത്തുകാരിയെ കുറിച്ച് പറഞ്ഞാൽ പോലും ഇതിന്റെ അകത്ത് ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ട ഒരു കാലം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്ര പ്രോബ്ലം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഇന്ന് അങ്ങനെയാണ് അതിന്റെ സൈക്കോളജി എന്ന് എനിക്ക് തോന്നുന്നു. അവരത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഡിഫറൻസ് ഓഫ് ഏജും ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് അവരാരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്നും ഒക്കെ കൃത്യമായിട്ട് അവരുടെ കഥകളിൽ കൂടെയും സംഭവത്തിലൂടെയും പറയുന്നുണ്ട്. അതൊന്നും ഒളിച്ചു വെക്കുന്ന ആളല്ല. അതുകൊണ്ട് പിന്നെ അതാണ് എന്റെ കഥാകുമാരി ഈ പുസ്തകത്തിലെല്ലാം ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാ ഞാൻ മാധവിക്കുട്ടിയുടെ ആത്മകഥ അല്ല ടീച്ചറെ. അതവര് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടതാ. അവര് തുറന്ന് എഴുതും, പച്ചയായ എഴുതുവര്. പക്ഷെ അവരെക്കാൾ വേഴ്സായി ജീവിച്ചവരൊക്കെ ഭയങ്കര ഭക്തശിരോമണികളായിട്ടും പി കുഞ്ഞിരാമൻ അതാണ് സത്യം. അല്ല, ഞാൻ കുറ്റം പറഞ്ഞല്ലേ. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കഥ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എഴുത്തിന്റെ ശൈലി ഇഷ്ടമാണ്. പണ്ട് ആത്മകഥ അല്ല. തെറ്റിദ്ധരിക്കും. ഇവിടെ ഈ വേദാന്തം ഓതുന്നവര്, അതായത് ഇവിടെ വന്ന് ട്രെയിനേഴ്സ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യില് പിന്നെ അവര് പറയുന്ന ഒന്നും അല്ല അവർ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ളവനെ അടിയുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ. അതുപോലെ സ്വന്തമായിട്ട് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുക. അതുപോലെ ഭയങ്കര പവിത്രതയും മറ്റതും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏതാണ്ട് പറഞ്ഞ പോലെ പകല് രാത്രി സൂര്യ ഉദിച്ച അറിയാന്ന് പറയുന്നത് പോലെ പിന്നെ അങ്ങനെയാണ് കണ്ടീഷൻ. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ എല്ലാരും കള്ളന്മാരും കള്ളികളാണ്. നോബഡി ഒരു സംശയമില്ല. പിന്നെ സത്യം പറഞ്ഞു പോയാൽ ഒരു കുടുംബവും കൂടെ നിൽക്കത്തില്ല. BSc-ക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിച്ച സംഭവങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിനെ, തീർന്നു. അതോടെ എല്ലാ കുടുംബവും കലങ്ങും. അതുകൊണ്ട് എന്തായാലും ഇത് ട്രെയിനേഴ്സിനെല്ലാം മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. മോട്ടിവേഷന്റെ എല്ലാം പണ്ട് കാലത്തുണ്ട് എന്നൊക്കെയാണ്. ഒരു കാര്യമുണ്ട്. ഗീതാമം, ഈ കഥയെ കുറിച്ച് മാമിന്റെ അഭിപ്രായം കൂടെ പറയും. ഞാൻ പറഞ്ഞില്ലേ, പരസ്പര സ്നേഹമാണ്. അപ്പൊ ഇവർക്ക് ഈ മനുഷ്യന് ഭാര്യയും പൾസറിഞ്ഞ് പെരുമാറണം. ഭാര്യയുടെ പൾസറിഞ്ഞ് പെരുമാറുന്നത് നമ്മൾ പറയത്തില്ലേ, അമ്മയുടെ പൾസറിഞ്ഞ് പെരുമാറുക, അല്ലെങ്കിൽ അവർക്ക് വിഷമം വരാൻ പാടില്ല. അവർക്ക് അങ്ങനെ സ്നേഹം
ആ കുട്ടിയോട് സ്നേഹമുണ്ട്, അതല്ലേ കരയുന്നത്. പിന്നെ ആ ഭാര്യയോട് സ്നേഹമുണ്ട്. ഭാര്യ ഇത് ഈ ചില വീടുകളിൽ ഈ ചില ഭാര്യമാര് വെറുതെ ഇങ്ങനെ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാതെ ടെൻഷൻ പിടിപ്പിക്കാൻ വേണ്ടി. അത് നമ്മൾ ചുറ്റുപാട് ശ്രദ്ധിച്ചാൽ മതി. ചുമ്മാ ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ, സമാധാനക്കേട് ഉണ്ടാക്കാനായിട്ട് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു തരം ലേഡിയാ ഇവര്. ഒരാവശ്യമില്ലാതെ അങ്ങനെ ചൂടാക്കി അങ്ങനെ കൊണ്ട് തൊഴിപ്പിച്ച് എന്നിട്ട് അങ്ങനെ ഏങ്ങടിച്ച് കരയുന്നു. ഇതാ ചായ മേടിക്കാൻ പോലും പുള്ളിക്കാരന് പേടിയാ. കാരണം ഇനി അടുത്തത് പുള്ളിയുടെ സമാധാനം കെടുത്തി കളയും. ഒരു വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ട സമാധാനം, അതില്ലാതെ ഇരിക്കാനുള്ള പരിപാടിയാണ് ഈ ഭാര്യ നോക്കുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള ആ സ്നേഹം ശരിക്കും നന്നായിട്ട് ആ കഥയിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതാണ് ഈ 3 പേരുടെ ഇമോഷൻസിലൂടെയാണ് ഈ കഥ പോകുന്നത്, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ പരസ്പരം സ്നേഹിക്കുക, അതാണ് ഇവിടെ മാധവിക്കുട്ടി ഉദ്ദേശിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അന്തർധാര അവിടെ ഉണ്ട്. എന്നാൽ ഇയാൾ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ട് താനും. ഇവര് പറഞ്ഞിട്ടല്ല, നിങ്ങൾക്കൊന്ന് വഴക്ക് പറഞ്ഞു കൂടെ എന്ന് പറയുമ്പോൾ ഒരു പടി മുമ്പിലാക്കി അവർ അടി കൊടുത്തു, തൊഴി കൊടുത്തു. പക്ഷെ അത് അവർക്ക് സങ്കടമായി. ബേസിക്കലി അവർക്ക് ആ കൊച്ചിനോട് സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. അതാ പറഞ്ഞു, ഒരു കാര്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് ചില പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ചില വീടുകളിൽ. അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മാധവിക്കുട്ടി. വളരെ ചെറിയ എഴുത്തിലൂടെ ഇത്ര കൃത്യമായിട്ട് എല്ലാ തലങ്ങളെയും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അന്നത്തെ ആ കാലത്തെ സ്ത്രീപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളെ കൃത്യമായിട്ട് എടുത്ത് അതോടൊപ്പം അതിനെ ഒരു എന്താ പറയുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ. നമ്മൾ കേൾക്കുന്നവർക്ക് പലതും തോന്നും, പക്ഷെ ഒന്നും തോന്നാനൊന്നുമില്ല. എവറിതിങ് ഈസ് നോർമൽ. നമ്മള് ശരിക്കും ആദ്യം ഇത് വായിക്കുമ്പോഴേ ഇവൻ ചായം കൊണ്ട് കഴിയുമ്പോൾ അയാൾ കമന്ന് കിടക്കുമായിരുന്നു. അപ്പൊ ഇയാൾ എന്താ, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കും നമ്മൾ, ഇത് എന്താ സംഭവം. ഈ പെണ്ണ് വരുമ്പോഴത്തേക്കും അപ്പോഴാണ് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് പല വഴിയിലൂടെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കഥകൾ പോകുന്നത്. അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നവിടെ. അവർ രാവിലെ ഏകാദശി എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോയി. അപ്പൊ സംതിങ് വിൽ ഹാപ്പൻ ദയർ. ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്നിട്ട് നത്തിങ് ആയി കളയും. അതാണ് മാധവക്കുട്ടിയുടെ മിടുക്ക്. അവരെല്ലാ കഥയിലും ഉണ്ട്. ഈ ഇമോഷനായിട്ട് ബന്ധപ്പെടാതെ അവർക്കില്ല. ആ സ്നേഹത്തിനുള്ളൊരു ദാഹമാണ്. പക്ഷെ നമുക്ക് വല്ലാതെ അവരെ സാഹിത്യം ഇഷ്ടപ്പെട്ടു പോകും. അവരെ നമുക്ക് വിമർശിക്കാൻ യാതൊരു അർഹതയില്ല. മനുഷ്യന്റെ ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യന്റെ എല്ലാ തല്ലും അവരെ കഥയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. ഏത് കഥ എടുത്താലും, ചെറുകഥ എടുത്താലും, കവിതാ സമാഹാരം പോലെ കവിതകൾ, ഇംഗ്ലീഷ് കവിത എടുത്താലും, നീറുമാതളം പോയിട്ട് ഏതെടുത്ത് നോക്കിക്ക, എന്റെ കഥ അത് അവരെ കഥ അല്ല, അതൊരു കഥയായിട്ട് എഴുതിയതാണെന്ന് അവര് തുറന്ന് കരഞ്ഞു പറയണ ഒരു ഇതുണ്ട്. അതിലവരെ ഒരുപാട് കാമഭ്രാന്തിയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഇതിന്റെ പുറകെ കൂടെ നടക്കുന്നല്ല, പുറകെ കൂടെ നടക്കുന്നവൻ വലിയ വലിയ ആളുകളായിട്ടൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോ ഞാനിത് സത്യമായ യാഥാർത്ഥ്യം മാത്രമേ എഴുതുന്നുള്ളൂ എന്നൊക്കെ. അപ്പൊ കുറെ അതിന്റെ പിന്നിലുണ്ട്, നമ്മൾ പറഞ്ഞ അവസാനിക്കില്ല. താങ്ക് യു ടീച്ചർ. ഇതിലൊരു സൈക്കോളജി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചില തിക്താനുഭവങ്ങളുടെ ഒരു നേർപ്പകർച്ച കൃത്യമായിട്ട് അത് എഴുതാൻ സാധിക്കും. പക്ഷേ അവരുടെ ഹസ്ബൻഡിന് അവരെ ഒരു ഭോഗ വസ്തുവായിട്ട് കണ്ടിട്ടുണ്ട് കുറെ നാള്. അപ്പൊ അവരിൽ അതിനത് അടിച്ചമർത്തപ്പെട്ട വൈകാരിക മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അവർക്ക് ദാഹമായിരുന്നു എല്ലാത്തിനും. അപ്പം അവർ തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ്, പിന്നെ ഇവർക്ക് ഒരു കല്യാണ പ്രായമാകുന്നതിന് കല്യാണം കഴിപ്പിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരു സയന്റിസ്റ്റ് പോലെയായിരുന്നു. ആള് ബുക്ക് എഴുതാ, റിസർച്ച് പോലെ കണക്കിന്റെ ലോക ദാസേട്ടൻ. അവിടെ പുന്നൂർക്കുളത്തല്ലേ അവരെ. ഇവരാണെങ്കിൽ സാഹിത്യത്തിന്റെ ഒരു ലോകത്തും. അപ്പൊ രണ്ടും എക്സ്ട്രീം ലെവലായ എന്റെ ഏജിന്റെ ഒക്കെ വ്യത്യാസം. പക്ഷെ ഇവരുടെ ബ്രദറും അങ്ങനെ തന്നെയായിരുന്നു കഥ. അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, സത്യമാണ്. ഓക്കെ, ജോഷി സാർ കൺക്ലൂഡ് ചെയ്യൂ. കൊള്ളാം. വീണ്ടും ചർച്ചകളിലൂടെ അത് വളരെ സുന്ദരമാക്കി. ശരിയാണ്, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. ഇപ്പൊ അൻസാരി സാറിന് ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സാർ അത് കഥ കേട്ടില്ലെങ്കിലും അതിന്റെ അവസാന ഭാഗത്തെ സാർ വളരെ സുന്ദരമാക്കി. എന്നെ പിടിച്ചോണം നിങ്ങളല്ല, ഞാന് ഇങ്ങനെ കേട്ടപ്പോ അഭിപ്രായം പറഞ്ഞു എന്നുള്ള അല്ലാതെ. യാഥാർത്ഥ്യമാണ്. അല്ല, അനുഭവം ഉള്ളവരുടെ അഭിപ്രായം പറയൂ. ഇന്ന് എനിക്ക് തോന്നുന്നത് പാവ മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ, ഞാൻ സമ്മതിച്ചു.
പിന്നെ ഇത് വളരെ കറക്റ്റാണ്. ഇവിടെ സാധ്യതകൾ, സാഹചര്യങ്ങൾ ഇണങ്ങി വന്നാൽ ഒരു പക്ഷേ പെടുകയോ പെട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. അവിടെയാണ് അൻസാരി സാറിന്റെ പിന്നെ നിരീക്ഷണം ശരിയായി തീരുന്നത്. അല്ല, മൊറാലിറ്റീസ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാറേ. അത് അത് സ്ഥാപിച്ച് തന്നെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്, ഈ സോഷ്യോളജിയുടെ ഒക്കെ. അതായത് വളരെ പല വി ആർ ഇൻ ചെയിൻസ്. ആ ചെയിനിൽ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ എല്ലാം ഓക്കെ ആണെന്നാ പറഞ്ഞത്. പിന്നിപ്പം നമ്മുടെ വയസ്സാകാലമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ന്യായം പറയാം. ഇതൊക്കെ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ലോകം കുറെ കൂടി ചെറുതായിരുന്നു. ആളുകൾക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ വളരെ കൂടുതലായിരുന്നു സാറേ. 2-3 ഏക്കർ സ്ഥലമല്ലേ ഓരോരുത്തർക്ക്. നമുക്കൊക്കെ വളരെ സൗകര്യമായിരുന്നു. ആ അർത്ഥത്തില് അതില്. പക്ഷെ എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ ജോലിക്കാരും അവരൊക്കെ. ഇപ്പോഴല്ലേ സാധ്യത നിങ്ങളെ ഈ ക്യാമറയും കുന്തവും കുളച്ചക്രവും ഒക്കെ വെച്ചിരിക്കുന്നത്. സാറേ, ഇപ്പൊ ഈ പോക്സോ ഉള്ളതുകൊണ്ട് എത്ര പഴയതും പൊന്തി വരുന്നുണ്ട് സാറേ. അതൊക്കെ ചുമ്മാ ഇതേ ഈ പറയുന്നവര് തീർച്ചയായിട്ടും ഇവരെല്ലാം ഇതിന് പിന്നെ ഒന്നില് ചിലര് വളരായിട്ട് ഭയങ്കരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അവർക്ക് സങ്കടം കാണും. ബാക്കിയുള്ള എല്ലാരും ഇന്നലെ ഷീല പറഞ്ഞില്ലേ, ഷീലയുടെ അഭിമുഖം കേട്ടായിരുന്നോ? ഇല്ല. മനസ്സത്ര ശരിയല്ല, ട്രെയിനറാന്ന് പറഞ്ഞിട്ട് കാര്യം. അല്ല, ഞാനേ ഈ പണ്ട് സാധ്യത കുറവായിരുന്നു എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്നാന്ന് ചോദിച്ചാല്, മുമ്പ് നമുക്ക് ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലോ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലോ സ്കൂളിലോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലോ ഉള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഇല്ലീഗൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ളത് പറയാൻ വേണമെങ്കിൽ ഈ ചീത്ത പുസ്തകങ്ങൾ, നീല പുസ്തകം, കൊച്ചു പുസ്തകം, ചെറിയ പുസ്തകം, കൊച്ചു പുസ്തകമുണ്ട് സാറ്. അന്ന് ഫോട്ടോ കേസ് ഇല്ലല്ലോ സാറേ. അതുകൊണ്ടാണ് സാറെ അതുകൊണ്ടാണ് സാറും ഞാനും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കിടന്നതിനകത്ത്. സാറേ, അതുകൊണ്ടാണ് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പഴയ കാര്യം ഒന്നും പൊട്ടിക്കൊണ്ട് വരണ്ട, ഇപ്പൊ ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കൂടുതൽ അല്ല, അത് തന്നെ ഈ ഒരു പുസ്തകം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കുടിസിലിരിക്കുന്ന ഒരു കൊച്ചു മാടക്കടക്കകത്ത് ആയിരിക്കും ഇത് കിട്ടുന്നത്. അത് അവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഒരുപാട് തരം പുസ്തകത്തിന്റെ ഇടയെ തിരികെ വെച്ചിട്ട് നമ്മൾ ഒളിച്ചും പാത്തും പോയി ചോദിച്ച് തലയും ചൊറിഞ്ഞ് ഒക്കെ നിന്നാണ് ഇത് വാങ്ങിച്ച് വളരെ രഹസ്യമായി കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഒരു പിന്നെ ഏപ്പടം കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂഡ് ഷോ കാണണമെന്നുണ്ടെങ്കിൽ വളരെ പാടാണ്. ഏതെങ്കിലും കുഗ്രാമത്തിൽ ഇരിക്കുന്ന അവിടെ ആരും അറിയാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി അവിടെ പോയി പാത്രം കണ്ടും അല്ല, ഇന്നത് മാറി. ഇന്ന് ഏത് ഒരു കൊച്ചന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണിന്റെ അകത്ത് അതിൻ്റെ അകത്ത് എന്താ കാണുന്നത്? ഈ പുസ്തകമാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും അതിന്ന് ചുമ്മാ വഴിയെ നോക്കിയാൽ കാണാൻ പറ്റും അതിൽ കാണുന്ന കാര്യങ്ങളിൽ പലതും. എന്നാൽ ഇന്ന് ഈ കയ്യിലിരിക്കുന്ന കൊച്ച് ഈ ഡിവൈസിന്റെ അകത്ത് ഏത് വേണമെങ്കിലും കാണാനായിട്ടുള്ള ആരും അറിയത്തുമില്ല. അപ്പൊ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അന്നത്തെ സാധ്യത വളരെ ചെറുതാണ്. ഇന്ന് ഇതിനെ ടാപ്പ് ചെയ്യാൻ, ചാനലൈസ് ചെയ്ത് വിടാൻ, അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു സൂചകം അതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ധാരാളം ഗ്രൂപ്പുകൾ ഈ വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ആളുകളുമായിട്ട് എവിടെയല്ലേ ഉള്ളവരുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചാറ്റ് ചെയ്യാനായിട്ടും ചീറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ കുറെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നമുക്ക് ഈ ഒഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മുമ്പേ പറഞ്ഞ സൈസ് ചേർത്തി അനിയത്തി അവിഹിത ബന്ധങ്ങളൊക്കെ
തീരെ ചെറുതല്ലായിരുന്നു. ധാരാളമായിട്ട് പല കാലങ്ങളിലുണ്ട്. എനിക്ക് തന്നെ ഇവിടെ പല പല കേസുകൾ അറിയാവുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഉള്ള കേസുകൾ. അപ്പൊ ഇന്ന് അത്രയ്ക്കൊന്നും വേണ്ട, കോടതിയൊക്കെ അനുകൂലമുണ്ട്, പരസ്പര സമ്മതത്തോടെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കാലങ്ങൾ മാറി. അതുകൊണ്ട് ഈ ബാല്യക്കാരിയും ഒന്നും ഇപ്പം വലിയ കാര്യങ്ങളല്ല എന്നുള്ളൊരു നിലയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മാധവിക്കുട്ടിയുടെ ഇത്തരം കഥ വായിക്കാൻ പുതിയ തലമുറയ്ക്ക് അതിന്റെ ആവശ്യമില്ല. അതിനേക്കാൾ ഇക്കിളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വളരെ സൂപ്പറായിട്ട് ഇത് മാധവിക്കുട്ടി ഇത്രയും തുറന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതിനേക്കാൾ തുറന്ന് കാണിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഗീത ടീച്ചർ അവസാനം നിരീക്ഷിച്ച് പറഞ്ഞതുപോലെ ഇതിന്റെ ഇടയിൽ ഈ മനുഷ്യ മനസ്സിന്റെ ചില നല്ല ആഗ്രഹങ്ങളുണ്ട്. ഈ നല്ല ആഗ്രഹങ്ങൾ അതുപോലെ വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല ചിലപ്പോൾ. അവിടെയാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷം എന്ന് പറയുന്നത്. നമ്മള് സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ, ഇതിൽ ആരാ ചെകുത്താൻ ഏതാ കടലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. മറ്റൊന്നാണ്, ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ ഒരുമാതിരി ഇങ്ങനെ പിന്നെ ചാറ്റൽ മഴ പോലെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത്. അതൊക്കെ ഇന്നും ഒരുപക്ഷെ കാണും. പിന്നെ സൈക്കോളജി ശുദ്ധോധന സാറ് ചുമ്മാ വീട്ടുകാരത്തിയായിട്ട് ഇടയ്ക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ മതി. ഇക്കാലത്ത് പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത്തരം സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇതിന് പരിഹാരം ലഭിക്കാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിഷയമാണ്. ഈ വിഷയത്തെ നമുക്ക് പല രീതിയിൽ തുടർന്നുള്ള ക്ലാസ്സുകളിലും ചർച്ച ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ഭാവങ്ങളും ടീച്ചറിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ഗീത മാം. ജോഷ് സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ ഡേ ആണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ക്ലാസ്സും കൂടെ നാളെ കേൾക്കാം. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു ഗീത മാം. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ് സർ. ബൈ.